പേരൂർക്കടയിൽ ദളിത് യുവതിക്കെതിരെ വ്യാജ കേസെടുക്കുകയും സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തു. നടപടിയിൽ തൃപ്തിയുണ്ടെന്ന് ബിന്ദു അറിയിച്ചു. കഴിഞ്ഞ മാസം 23-നായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത്. സംഭവ ദിവസം സ്റ്റേഷനിലെ GD ചുമതലയിലുണ്ടായിരുന്നത് പ്രസന്നനായിരുന്നു. ബിന്ദുവിനോട് അസഭ്യം പറഞ്ഞതും ഈ ഉദ്യോഗസ്ഥനായിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. ബിന്ദു ജോലിക്ക് നിന്ന് അമ്പലമുക്കിലെ വീട്ടിൽ നിന്ന് 2.5 പവന്റെ മാല മോഷണം പോയതുമായി വീട്ടുടമ ഓമന ഡാനിയൽ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ 20 മണിക്കൂർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് വിവസ്ത്രയാക്കി പരിശോധിച്ചു. SI ഉൾപ്പെടെയുള്ളവർ മാലക്കള്ളി എന്ന് വിളിച്ചും അസഭ്യം പറഞ്ഞു മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഇതിനിടെ ബിന്ദു കുടിക്കാൻ വെള്ളം ചോദിച്ചു. ശുചിമുറിയിൽ നിന്ന് കോരി കുടിക്കാനായിരുന്നു SI പ്രസന്നന്റെ മറുപടി. പുലർച്ചെ 3:30 വരെ ചോദ്യം ചെയ്യൽ തുടർന്നു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ മക്കളെ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ചോദ്യം ചെയ്യലിന് ശേഷം പരാതിക്കാരിയുടെ വീട്ടിൽ തിരച്ചിലിനായി ബിന്ദുവിനെ കൊണ്ടുപോയി. തൊണ്ടി മുതൽ ലഭിക്കാതെ വന്നതോടെ തിരികെ സ്റ്റേഷനിലെത്തിച്ചു. 24 ഉച്ചവരെ കസ്റ്റഡിയിൽ വെച്ചു. ഒടുവിൽ സ്വർണ്ണമാല പരാതിക്കാരി ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ SI പ്രസന്നനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. SI പ്രസന്നൻ തന്നെ മാനസികമായി ഉപദ്രവിച്ചുവെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ബിന്ദു ആവശ്യപ്പെടുന്നു. ഏതായാലും നമ്മുടെ ഈ തദ്ദേശീയ വിഭാഗത്തെ ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് മിനിസ്റ്റർ നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും.